സംസ്ഥാന സർക്കാർ സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ പരാജയമാണെന്ന് കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം സ്പെഷ്യൽ കൺവെൻഷൻ. മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ex-MLA മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് ഗോപുരൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സേതു മാധവൻ പറയം വളപ്പിൽ, PT ജോർജ്, C ജോയ് തോമസ്, ജോസ് ചെമ്പകശ്ശേരി, ഉണ്ണി വിയൂർ, ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സതീഷ് കാട്ടൂർ, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോബി ആലപ്പാട് എന്നിവർ പ്രസംഗിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം എന്ന് പറയുമ്പോൾ കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ മത്സരിക്കുന്ന 10 നിയോജകമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ 9 നിയോജകമണ്ഡലങ്ങളിൽ നമുക്ക് വളരെയേറെ പ്രതീക്ഷയും താല്പര്യവും എല്ലാം ഉള്ള ഒരു നിയോജകമണ്ഡലം. കഴിഞ്ഞ 15 വർഷക്കാലം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും സുദീർഘമായ നിലയിൽ ജനപ്രതിനിധി MLA എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഈ നിയോജകമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത നിലയിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഈ നിയോജകമണ്ഡലത്തിൽ തനിക്ക് ആ 15 വർഷക്കാലം ചെയ്യാൻ കഴിയുന്ന ഒരു MLA എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം മാതൃകാപരമായി ചെയ്തു.